ഹരേ കൃഷ്ണ. അമ്മേ, ഞാനിന്ന് ഹോസ്പിറ്റലിൽ പോവാണ്. എനിക്കറിയാം ഞാൻ തിരിച്ചു വരും, ഒരു കുഴപ്പമുണ്ടാവില്ലെന്ന് എനിക്കറിയാം. കാരണം അത്രയ്ക്കും ഭഗവാൻ കൂടെ ഉള്ളതായിട്ട് ഓരോ അനുഭവങ്ങളും എനിക്ക് തന്നു കഴിഞ്ഞു. എല്ലാവരെയും അത്ഭുതപ്പെടുത്തുന്ന ഓരോ കാര്യങ്ങളും എനിക്കിങ്ങനെ കാണുന്നുണ്ടായിരുന്നു. കാരണം ഇപ്പോഴത്തെ എൻ്റെ ഒരു സിറ്റുവേഷൻ, എല്ലാവരും വീട്ടിൽ വന്നിട്ട് സങ്കടപ്പെടുമ്പോഴും മറ്റുള്ളവർക്ക് എത്ര ടെൻഷൻ ഉണ്ടെങ്കിലും എനിക്കതിൻ്റെ മനസ്സിനെ ഏൽക്കണ പോലുമല്ല. അതാ ഭഗവാന്റെ കാരുണ്യല്ലേ. എനിക്ക് എൻ്റെ ചിന്താശക്തിയെ പോലും ഭഗവാൻ മാറ്റി നിർത്തിയിരിക്കുന്നു. കാരണം നമ്മൾ നാമം ജപിച്ചാൽ എത്രത്തോളം മനോശക്തി, മനോബലം നമുക്ക് കിട്ടണമെന്ന് അതെനിക്ക് അനുഭവമായി കഴിഞ്ഞു. മനസ്സിൻ്റെ ബലത്തിനാണ് നമ്മൾ നാമം ജപിക്കുന്നത്. ശരീരത്തിൻ്റെ ബലത്തിന് വേണ്ടി നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ നമ്മളുടെ മനസ്സിനെ നമ്മൾ ദൃഢപ്പെടുത്തേണ്ടതുണ്ട്. അതിന് നാമജപത്തിന് മാത്രമേ പറ്റുള്ളൂ. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും നമ്മൾ എത്രത്തോളം നമ്മൾ നാമം ജപിക്കണം, അത്രത്തോളം നമ്മുടെ മനസ്സിനെ മാറ്റിയെടുക്കാൻ നമുക്ക് പറ്റും. അതൊരു വലിയ സത്യമാണ്. എല്ലാവരും എന്നോട് ചോദിക്കണ്ടേ, എങ്ങനെ നിനക്ക് സങ്കടപ്പെടാതെ, ഒരു വിഷമവും ഇല്ല, നിന്നെ കാണുമ്പോഴാണ് ഞങ്ങൾക്ക് സമാധാനം, അല്ലെങ്കിൽ മറ്റുള്ളവർ വന്നിട്ട് കരയുമ്പോഴൊക്കെ ഞാൻ പറയുന്നുണ്ട്, എനിക്ക് എന്താണെന്ന് അറിയില്ല, എനിക്കതിന് അങ്ങനെ ഒരു വിഷമമോ ടെൻഷനോ ഒന്നും എനിക്ക് തോന്നുന്നില്ല. എന്താ പറയുക, എനിക്ക് ചിന്തിക്കുന്നില്ല, ഞാൻ അങ്ങനത്തെ ചിന്ത എനിക്ക് വരുന്നില്ല. ഞാൻ ഫുൾ എപ്പോഴും ഭഗവാന്റെ കീർത്തനം എന്തെങ്കിലും ഞാൻ കേട്ടുകൊണ്ടിരിക്കുക. എനിക്ക് അങ്ങനത്തെ ടെൻഷനുകളൊന്നും വരുന്നില്ല. പിന്നെ കുറച്ച് പേരെ കൊണ്ടാണെങ്കിലും നാമം ജപിപ്പിക്കാൻ എനിക്ക് സാധിച്ചു. അവരൊക്കെ വരുമ്പോഴും എന്നോട് പറയാറുണ്ട്. ഇപ്പൊ കഴിഞ്ഞ ദിവസം ഒരു ചേട്ടനും ചേച്ചി എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, അവള് ജപമാല എടുക്കുമ്പോൾ ആ എടുത്ത നിമിഷം എനിക്ക് നിന്നെ ഓർക്കാൻ പറ്റും, ഞാൻ നിന്നെയാണ് ഓർക്കണത്. അപ്പൊ വീട്ടിലുള്ളവരൊക്കെ അത്ഭുതപ്പെട്ട്. കാരണം അങ്ങനെ നമ്മളെ കുറച്ച് പേര് ഓർക്കുക എന്ന് പറയുമ്പോൾ എന്താണ്, എനിക്ക് അങ്ങനെയൊന്നും ചിന്തിക്കാൻ പറ്റണില്ല. അതുപോലെ ഗുരുവായൂർ പോകുമ്പോൾ അവിടെ എത്തി എനിക്ക് എന്നെ ഓർമ്മ വരണമെന്ന് പറയുന്ന പലരും. അപ്പൊ ഞാൻ പറയുന്നത്, എന്നെ എല്ലാം ഓർക്കേണ്ടത് ഭഗവാനല്ലേ എന്ന് പറയുമ്പോൾ അതൊക്കെ എന്താണ് ഭഗവാൻ കാണിച്ചു കൊടുക്കണമെന്ന് എനിക്ക് മനസ്സിലാവണില്ല. ഓരോരുത്തരുടെയും ആ സ്നേഹവും ഇത്ര ഒരു കൃഷ്ണ കുടുംബം എന്ന് പറയുന്നത് ഒരു വലിയ കുടുംബം തന്നെയാണ്. നമുക്ക് ഇവിടെ നിന്നും കിട്ടാത്ത സ്നേഹം ഭഗവാൻ നമുക്ക് പലരിലൂടെയും തന്നുകൊണ്ടിരിക്കുക. ഒരുപാട് അത് നമുക്ക് മറ്റുള്ളവർക്ക് എങ്ങനെ പറഞ്ഞു കൊടുക്കേണ്ടതെന്ന് എനിക്കറിയില്ല. കാരണം ഭക്തി അല്ലെങ്കിൽ ദൈവത്തിനോടുള്ള ഒരു അടുപ്പം, അത് തന്നെയാണ് ജീവിതത്തിൽ, അതാണ് ജീവിതത്തിന്റെ അർത്ഥം എന്ന് പറയുന്നത്. ദൈവത്തിനോടുള്ള അടുപ്പം ഉണ്ടെങ്കിൽ നമുക്ക് ടെൻഷനില്ല, വിഷമങ്ങളില്ല. ഏതോ ഒരു ലോകത്താണ് നമ്മൾ. ഒരുപാട് അനുഭവങ്ങൾ എനിക്ക് തന്നു. ടച്ചിങ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ. കഴിഞ്ഞ ഒരാഴ്ച മുന്നേ ഞങ്ങളെ വീടിൻ്റെ കുറച്ച് പോകണം ഒരു ക്ഷേത്രത്തിൽ പോയിട്ട് അവിടെ എൻ്റെ കയ്യിൽ ആകെ 100 രൂപയുള്ളൂ. വേറെ ഒന്നും എൻ്റെ കയ്യിലില്ല. പക്ഷെ പോയിട്ട് വീട്ടിൽ തിരിച്ചു വരില്ലേ എന്ന് കരുതിയിട്ട് ഞാൻ ആ 100 രൂപയ്ക്ക് വഴിപാടുകളും ചെയ്ത് ക്ഷേത്രത്തിനുള്ളിൽ നിന്ന് തിരിച്ചു വന്ന് സ്കൂട്ടിയിലാണ് ഞാൻ പോയത്. വണ്ടി എടുത്ത് മെയിൻ റോഡിലേക്ക് കയറിയതും വണ്ടി ഓഫായപ്പോൾ ഞാൻ പറഞ്ഞു, കണ്ണാ, ഞാൻ പെട്ടൂലോ, ഇനി നീ എന്ത് മായയെ കാണിക്കാൻ പോണേ. അങ്ങനെ എൻ്റെ ഒരു വിശ്വാസമാണ് കണ്ണൻ എൻ്റെ കൂടെ ഉണ്ടെന്ന്. അത് ചോദിച്ച് ഇങ്ങനെ നിൽക്കുക, വണ്ടിയുടെ സീറ്റും തുറന്ന് ഞാൻ ഇതും ചോദിച്ച് അങ്ങനെ അതടച്ചിട്ട് ഇങ്ങനെ നിൽക്കുക. പെട്ടില്ലേ കണ്ണാ ഞാനെന്ന് പറഞ്ഞിട്ട്. പക്ഷെ ആ നിമിഷം ഞാൻ തല ഉയർത്തി നോക്കുമ്പോൾ ഒരാൾ എൻ്റെ അടുത്ത് പെട്രോളിൻ്റെ കന്നാസ്, വലിയൊരു കന്നാസ് പിടിച്ച് നിൽക്കുക. എനിക്ക് അത് കണ്ടപ്പോൾ എൻ്റെ ചോദ്യത്തിനുള്ള ഒരു മറുപടിയായിട്ട് ഭഗവാൻ നിൽക്കണ പോലെ എനിക്ക് തോന്നി.
കാരണം നമ്മളെ എവിടെയാണോ ഒറ്റപ്പെട്ട് നിൽക്കണത്, അല്ലെങ്കിൽ നമ്മൾ എവിടെയാണോ പെട്ട് ഓരോ ആവശ്യം എന്തെങ്കിലും നമ്മൾ ഇതുപോലെ ഓരോ സാഹചര്യങ്ങളിലും പെട്ട് നിൽക്കുമ്പോൾ നമ്മൾക്ക് കൂട്ടായിട്ട് ആരും ഉണ്ടാവില്ല. അവിടെ നമ്മൾക്ക് ഏറ്റവും വലിയ ബലം ഭഗവാനാണ്. അത് നമുക്ക് ഓരോ അനുഭവം കൊണ്ട് നമുക്ക് മനസ്സിലാവാൻ പറ്റുള്ളൂ. എനിക്ക് നേരത്തെ ക്ഷേത്രത്തിൽ പോവുകയാണെങ്കിൽ അപ്പം നമുക്ക് എന്താ പറയുക, ആ മഞ്ഞ് മൂടി കിടക്കുന്ന ക്ഷേത്രം, അവിടുത്തെ കീർത്തനങ്ങളൊക്കെ കേൾക്കുമ്പോൾ തന്നെ നമ്മളെ മനസ്സിനൊരു വലിയൊരു എന്താ പറയുക, നല്ലൊരു സുഖമാണ് അവിടെ എത്തിക്കഴിഞ്ഞാൽ. അങ്ങനെ പുറത്ത് വന്ന് ആൾക്കാരധികം ഇല്ല, അറിയുന്നവരില്ല, ഫോണിൽ പൈസ ഇല്ല ആരെയും വിളിക്കാൻ, പിന്നെ വണ്ടി എടുത്ത് മുന്നോട്ട് പോകാനും പറ്റുന്നില്ല. അങ്ങനെ പെട്ട് നിൽക്കുക, സങ്കടപ്പെട്ട് നിൽക്കുന്ന സമയത്ത് നമ്മൾക്ക് വേണ്ട സാധനമായിട്ട് ഒരാൾ നമ്മുടെ മുന്നിൽ നിൽക്കുന്നുണ്ടെങ്കിൽ അത് തന്നെയാണ് നമ്മൾക്ക് ഭഗവാൻ. നമ്മൾ പറഞ്ഞു കേട്ടിട്ടില്ലേ, മറ്റൊരാളിലൂടെയാണ് ഭഗവാൻ നമ്മുടെ മുന്നിലെത്തുന്നത്. അങ്ങനെ ഞാൻ ചോദിച്ചു ചേട്ടനോട്, എങ്ങനെയാ ഞാൻ പെട്രോൾ ഇല്ലാണ്ട് നിൽക്കണമെന്ന് മനസ്സിലായത് എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, അതൊക്കെ മനസ്സിലായി, ചിരിച്ചിട്ട് എന്നോട് പറഞ്ഞു. എന്നിട്ട് പെട്രോൾ ഇങ്ങനെ ഒഴിച്ച് തരിക, എന്നിട്ട് എന്നോട് പറഞ്ഞ് സന്തോഷമായില്ലേ, ഇനി പൊക്കോട്ടാന്നാണ്. പക്ഷെ ഞാനിങ്ങനെ അന്തിച്ച് നിൽക്കുക, എന്താ ഈ കാണുന്നത്, എന്താ ഈ കാണിക്കുന്നത്. പക്ഷെ എൻ്റെ കയ്യിൽ എന്താണോ ഇല്ലാത്തത്, പൈസ, അതവിടെ ചോദിക്കും ചെയ്തില്ല. അതിലെനിക്ക് കൂടുതൽ ഇതായത്. എന്നിട്ട് പൊക്കോളം വന്നപ്പോൾ ഞാൻ പറഞ്ഞു, ചേട്ടാ നമ്പറും തരുമോ, ഞാൻ ഗൂഗിൾ പേ ചെയ്തോളാം പറഞ്ഞു. അപ്പം എന്നോട് പറഞ്ഞു, വേണ്ട, അതിൻ്റെ ആവശ്യമില്ല കേട്ടോ, കുട്ടി പൊക്കോളൂ എന്ന് പറഞ്ഞു. അത്ഭുതപ്പെട്ടെന്ന് പറഞ്ഞാൽ ഞാനിങ്ങനെ അന്തിച്ചു നിൽക്കുക. എന്താ പോണില്ലേ എന്ന് ചോദിച്ചെന്നോട്. അങ്ങനെ ഞാൻ വണ്ടി എടുത്ത് എങ്ങനെയാ ഞാൻ വീട്ടിലെത്തിയെന്ന് എനിക്കറിയില്ല. വീട്ടിലെത്തിയതും എൻ്റെ കണ്ണൻ്റെ മുന്നിൽ 1 മണിക്കൂർ നേരം ഞാൻ ഇരുന്ന് കരഞ്ഞു ഞാൻ. കാരണം നമ്മുടെ സിറ്റുവേഷൻ, നമ്മൾ എവിടെയെങ്കിലും പതറിപ്പോണ നിമിഷം നമ്മൾക്ക് കൂട്ടായിട്ട് എത്തുന്നത് തന്നെയാണ് അമ്മ ഭഗവാൻ. നമ്മൾ നാമം ജപിക്കണം. നാമം ജപിക്കുന്നതിൻ്റെ ആ ഒരു പവർ എത്രത്തോളം ഉണ്ടെന്ന് നമ്മൾ സങ്കടപ്പെടുന്നത് ഭഗവാൻ ഓർത്തണം, അല്ലാതെ നമുക്ക് സങ്കടമില്ല. ദൈവത്തിനോട് അടുക്കുമ്പോഴാണ് ജീവിതത്തിൽ ഒരർത്ഥം ഉണ്ടാവുന്നതെന്ന്. മറ്റേ നമ്മളിങ്ങനെ ജീവിച്ചു പോകണം, എന്തിനെന്നില്ലാതെ ഇങ്ങനെ പോകണം. പക്ഷെ എനിക്കിപ്പോൾ എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിലും എനിക്ക് ടെൻഷനില്ല. കാരണം നമ്മൾ ജീവിക്കുകയാണെങ്കിൽ ഭഗവാൻ സേവ ചെയ്യാം, ഭഗവാന് വേണ്ടി എന്തെങ്കിലും ചെയ്യാം, നാമം ജപിക്കാം. മരിക്കുകയാണെങ്കിൽ നമ്മൾ ഭഗവാന്റെ അടുത്തല്ലേ എത്തുന്നത്. അതുകൊണ്ട് എനിക്ക് ടെൻഷനില്ല. പക്ഷെ എനിക്ക് കുറച്ച് കാലം കൂടെ ജീവിക്കണം എന്നുണ്ട്. കാരണം എൻ്റെ കണ്ണൻ്റെ കഥകൾ കേട്ട് മതിയായിട്ടില്ല എനിക്ക്. കഥകൾ കേട്ട്, കീർത്തനങ്ങൾ കേട്ട്, നാമം ജപിച്ച് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാനൊക്കെ ഭയങ്കര ഇഷ്ടം. അതിനോടൊക്കെ ഇത്ര ഇഷ്ടം വരുന്നത് എന്താണെന്നും എനിക്കറിയില്ല. ഭയങ്കരമായിട്ട് അതിനോടൊക്കെ ഒരു താല്പര്യം. എനിക്കിപ്പോൾ കഴിഞ്ഞ ആഴ്ച കുറച്ച് ദിവസം മുന്നേ ഭാഗവതം കിട്ടി. എനിക്ക് ഒരു 11,500 ഭാഗവതം ഒരാൾ ഗിഫ്റ്റായിട്ട് തന്നു. അപ്പോൾ എവിടുന്ന് തുടങ്ങണം, അത് എങ്ങനെ തുടങ്ങണം എന്നറിയാണ്ടൊക്കെ ഇരിക്കുകയായിരുന്നു. ഇനി വന്നിട്ട് അതൊക്കെ എനിക്ക് വായിച്ച് മനസ്സിലാക്കണം. അതുപോലെ ഒരുപാട് സ്ഥലങ്ങളിൽ പോകണം. മറ്റേത് അതൊക്കെ സമയമുണ്ടല്ലോ എന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു ഞാൻ. പക്ഷെ ഒക്കെ പെട്ടെന്ന് തന്നെ നമ്മൾ ഓരോരുത്തരും പോകാനുള്ള സ്ഥലങ്ങളും ഒക്കെ എനിക്ക് മനസ്സിലായത് ഇപ്പോൾ അങ്ങനെയാണ്. നമ്മൾ ഇഷ്ടമല്ല ഭഗവാന്റെ ഓരോ സ്ഥലങ്ങളും നമ്മൾ എപ്പോഴാണോ പോകാൻ പറ്റുന്നത് അപ്പോൾ പോകണം. ഈ കലികാലത്ത് നാമജപത്തിനേക്കാളും വലിയ യജ്ഞം വേറെ ഇല്ല. എപ്പോഴും നമ്മൾ നാമം ജപിച്ചാൽ നമുക്ക് കിട്ടുന്ന ആ ഒരു മനോധൈര്യം, മനസ്സിൻ്റെ ബലമാണ് നാമജപത്തിലൂടെ നമുക്ക് കിട്ടുന്നത്.
ശരീരത്തിൻ്റെ ബലത്തിന് നമ്മൾ ഭക്ഷണം കഴിക്കണം, മനസ്സിൻ്റെ ബലത്തിന് നമ്മൾ നാമം ജപിച്ചാൽ നമുക്ക് ഒരു സങ്കടവും വരില്ല. ഏത് സമയത്തും നമ്മുടെ കൂടെ ഭഗവാനുള്ളതായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. ഒരു വട്ടം ഇതുപോലെ ഞാൻ ചേട്ടൻ വന്ന സമയത്ത് ഗുരുവായൂർ പോവാന്ന് പറഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു, വേണ്ട, ഇത് തന്നെയാണ് ക്ഷേത്രം, നീ വലിയ ഭഗവാൻ ഇവിടെ ഉള്ളത് എനിക്ക് തോന്നുന്നുണ്ട്, നീ ഏത് സമയം നാമം ജപിച്ചിട്ടല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് എന്നെ ഗുരുവായൂർ കൊണ്ടുപോയില്ല. അവർ വരുമ്പോഴൊക്കെ പോവുക. പക്ഷെ എനിക്കത് ഭയങ്കര സങ്കടം. ചേട്ടൻ തിരിച്ചു പോയപ്പോഴും ഇനി വരുന്ന കാലം വരെ ഇരിക്കണ്ടേ എന്നെ കണ്ട, എനിക്ക് വരാൻ പറ്റിയില്ലല്ലോ എന്നുള്ള ഒരു സങ്കടം എൻ്റെ മനസ്സിൽ ഇങ്ങനെ തേങ്ങി തേങ്ങി ആ ഒരു വരുന്ന വരെ അതന്നെയായിരുന്നു സങ്കടം. അങ്ങനെ 1 വർഷം 1.5 വർഷമൊക്കെ ആയിട്ട് വരുന്ന ആള് 8 മാസം ആയപ്പോഴത്തേനും വന്നിട്ട് എന്നോട് പറഞ്ഞു, ഗുരുവായൂർ പോവാന്ന് പറഞ്ഞപ്പോൾ ഞാൻ അത്ഭുതപ്പെട്ടു പോയി. എങ്ങനെ ഗുരുവായൂർ? അപ്പൊ എനിക്ക് തോന്നി ഭഗവാൻ എന്തെങ്കിലും ഒന്നും എനിക്ക് കാണിച്ചു തരാതിരിക്കില്ല. നമ്മുടെ വിശ്വാസം, നമുക്ക് ഭഗവാനോടുള്ള ഒരു വിശ്വാസം ഉണ്ടെങ്കിൽ ഉണ്ടല്ലോ, നമുക്ക് ഭഗവാൻ അത് ഓരോന്നും അനുഭവമാക്കി തരും. അങ്ങനെ ഞാൻ ചിന്തിച്ചു, ഞാൻ ഇത്ര ദിവസം ഞാൻ സങ്കടപ്പെട്ടിട്ട് ഇരുന്നില്ലേ, എനിക്കത് ഗുരുവായൂരിൽ നിന്ന് എന്തെങ്കിലും കണ്ണൻ കാട്ടിത്തരും. അത് ഞാൻ മനസ്സിൽ ഉറപ്പിച്ചിട്ടാണ് ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. അങ്ങനെ ഞാൻ ഗുരുവായൂരെത്തി. ഞാൻ എൻ്റെ കയ്യിൽ കണ്ണനുള്ള ഓടക്കുഴലുണ്ട്, മയിൽപ്പീലിയുണ്ട്, താമരപ്പൂവ്, കദളിപ്പഴം, പട്ടുകോണകം, ഇതെല്ലാം എൻ്റെ കയ്യിലുണ്ട്. ഞാൻ ഹരേ കൃഷ്ണ മഹാമന്ത്രം ജപിച്ചുകൊണ്ട് നിൽക്കുക. അന്ന് കൗണ്ടർ ഉള്ളിലായിരുന്നു. അപ്പം ഒരാള് തോൾമുണ്ടൊക്കെ ഇട്ട ഒരാള്, പൂണൂലൊക്കെ ഇട്ടിട്ടുള്ള ഒരാൾ എൻ്റെ അടുത്തിട്ട് വന്നിട്ട് പറഞ്ഞു, ഉള്ളിൽ കയറണ്ടേന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞാൽ കയറണം എന്ന് പറഞ്ഞു. ഞാൻ കയറ്റാട്ടോ എന്ന് പറഞ്ഞു. സന്തോഷം കേട്ടാന്ന് പറഞ്ഞു ഞാൻ. അങ്ങനെ പിന്നെയും 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 ഇതന്നെ പറഞ്ഞുകൊണ്ടിരിക്കും, ഉള്ളിൽ കയറണ്ടേ, ഉള്ളിൽ കയറണ്ടേ, ഇതിങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ ഞാൻ ചിന്തിച്ചു, എന്തപ്പം ഇങ്ങനെ ഈശ്വര, എനിക്ക് വിശ്വസിക്കാൻ പറ്റില്ല, എന്താ ഇങ്ങനെ പറയണേ. പിന്നെ നമുക്കൊക്കെ എന്താ പറയാ, ചിന്തിച്ചു പോലെ ഇനി കേശു വല്ലതും വേണമെന്ന് ഞാൻ അങ്ങനെ ചിന്തിച്ചു. അങ്ങനെ ഈ ആള് പറഞ്ഞുകൊണ്ടേയിരിക്കുമ്പോൾ പെട്ടെന്ന് എനിക്ക് പിന്നെ റെസീറ്റ് കിട്ടി. അങ്ങനെ ആളെന്നെ ഒരു 6-7 വട്ടം ഞാൻ ഉള്ളിൽ കയറ്റാം, എന്നെ ഇങ്ങനെ റൗണ്ട് ചെയ്തുകൊണ്ട് ഇങ്ങനെ പറയുക. അങ്ങനെ എന്നെ ഫ്രണ്ടിലേക്ക് കൊണ്ടുപോയി. അപ്പോൾ ഞാൻ പറഞ്ഞു, അവര് ഏട്ടനും മോളും അവരോട് ഇരിക്കട്ടെ എന്ന് പറഞ്ഞു, അല്ല അവരും കൂടി വിളിക്കാന്ന് പറഞ്ഞു. അങ്ങനെ ഫ്രണ്ടിൽ കൊണ്ടുപോയി നിർത്തി. എന്നോട് ക്ലോക്കിലേക്ക് കൈ ചൂണ്ടിയിട്ട് പറഞ്ഞു, 8 മണിക്ക് നട തുറക്കും, ഉള്ളിൽ കയറണം കേട്ടോ എന്ന് പറഞ്ഞു. എന്നിട്ട് എന്നോട് പറഞ്ഞു, തിരിച്ചു പോകുമ്പോൾ എന്നെ കണ്ടിട്ടേ പോകാവുള്ളൂ. അപ്പം ഞാൻ പറഞ്ഞു, ഇത്രയും തിരക്കിൽ നമ്മൾ പരിചയക്കാരെ പോലും നമുക്ക് കാണാൻ പറ്റില്ല, അപ്പോൾ എങ്ങനെയാണ് ഞാൻ കാണുകയെന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു, അതൊക്കെ കാണാൻ പറ്റും അങ്ങനെ പറഞ്ഞു. എന്നിട്ട് ഞാൻ ഉള്ളിൽ കയറി. അവിടെ നിന്ന് കുറേ നേരം എനിക്ക് കീർത്തനങ്ങളൊക്കെ നാമമൊക്കെ ജപിക്കാൻ പറ്റി. അത് കഴിഞ്ഞ് അവിടുത്തെ ഒരു ജീവനക്കാരി എന്നോട് വന്നിട്ട് പറഞ്ഞു, പ്രീതല്ലേ പുറത്ത് അന്വേഷിക്കുന്നുണ്ട് കേട്ടോ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പുറത്തേക്ക് ഇറങ്ങി. കുറേ നേരം ഉള്ളിൽ നിൽക്കാൻ പറ്റി എനിക്ക്. അങ്ങനെ പുറത്തിറങ്ങി. അപ്പോൾ എൻ്റെ മനസ്സിൽ ഈ ആളെ കാണാൻ പറ്റുമോ, കാണാതെ എങ്ങനെ പോവുക, അങ്ങനെ ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ പുറത്തിറങ്ങിയതും ആ സമയം ഞാൻ ഉള്ളിൽ കയറിയ സമയം ചേട്ടനും മോളും തൊഴുത് അതേപോലെ ഇങ്ങനെ പുറത്തേക്ക് വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ ഞാൻ അവിടെ നിന്നു. ആ ഒരു ഇതിൽ അവരെന്നോട് പറഞ്ഞു, കുറേ നമ്മളായിട്ട് ഇവിടെ വെയിറ്റ് ചെയ്യിപ്പിച്ചതല്ലേ, നമുക്ക് മറിഞ്ഞ് നിൽക്കാന്ന് പറഞ്ഞിട്ട് അവരിങ്ങനെ ആ മറവിലേക്ക് അങ്ങോട്ട് തിരിഞ്ഞതും മോളെന്നോട് പറഞ്ഞു, ഇങ്ങനെ പറഞ്ഞു വെച്ചെന്ന്, മറവിലേക്ക് ആ തൂണില്ലേ അതിൻ്റെ മറവിലേക്കാണ് തിരിഞ്ഞത്. ഞാൻ അങ്ങോട്ട് തിരിഞ്ഞതും ഈ ആളെന്നെ കൈ ഉയർത്തിയിട്ട് ആശീർവദിക്കില്ല അതുപോലെ കൈ ഉയർത്തി ഇങ്ങനെ നിൽക്കുക. അത് എന്നോട് പറഞ്ഞ് വരൂ എന്ന് പറഞ്ഞു. അങ്ങനെ എന്നെ ഇങ്ങനെ കൊണ്ടുപോകാൻ നമ്മുടെ തൊഴുത് പുറത്തിറങ്ങണ അതിലൂടെ അങ്ങനെ പടിഞ്ഞാറ് നട അങ്ങനെ നടന്ന് പോവാം. എന്നിട്ട് അയ്യപ്പൻ്റെ നേരെ മുന്നിൽ ആ സൈഡിൽ ഒരു റൂമിലേക്ക് കയറി വരൂ പറയുമ്പോൾ ഞാൻ പറഞ്ഞു, പുറത്ത് നിന്നോളാം പറഞ്ഞു. അങ്ങനെ എനിക്ക് ഒരു വലിയ കുപ്പി നിറയെ പാൽപ്പായസം, 1 ലിറ്റർ ഉണ്ടാവും, അതുപോലെ 4 കദളിപ്പഴം, പഞ്ചസാര, വെണ്ണ, ഇതൊക്കെ വാരി പിടിച്ച് എൻ്റെ അടുത്ത് കൊണ്ടുവന്ന് തന്നിട്ട് എന്നോട് പറയുക. അപ്പോൾ ചേട്ടനൊക്കെ ചോദിക്കണ്ട ആരത്. അപ്പം ഞാൻ പറഞ്ഞു, എനിക്ക് മനസ്സിലായിട്ടില്ല ആരാന്ന്. അപ്പോൾ മോള് പറയാം, ഇതുവരെ ആർക്കും മനസ്സിലായില്ലേ, ഇതാണ് ഗുരുവായൂരപ്പൻ മോള് പറയാ. അങ്ങനെ അത് ഒക്കെ തന്നിട്ട് എന്നോട് പറഞ്ഞു, ഒരു മിനിറ്റ് ഇട്ടോ എന്ന് പറഞ്ഞിട്ട് വീണ്ടും ആള് പോയി.
പിന്നെ ആള് കുറച്ച് നേരം വെയിറ്റ് ചെയ്തിട്ടൊന്നും കാണുന്നില്ല. പക്ഷെ ഇങ്ങനെ പറഞ്ഞിട്ട് പോയ ആളിനെ നമുക്ക് കാണാതെ വരുമ്പോൾ ആ ഒരു വിഷമാണ് നമുക്ക് കാണാതെ വരുമ്പോൾ. അങ്ങനെ ചേട്ടൻ പറഞ്ഞു കൗണ്ടറിലൊന്ന് അന്വേഷിക്കാന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ അവിടെ ഒന്ന് കയറി അന്വേഷിച്ച് ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കുമ്പോണ്ട് ഭഗവാന് ചുറ്റിച്ച പട്ടുകോണുമായിട്ട് ഓടി വരുന്നു എൻ്റെ അടുത്തേക്ക്. എന്നിട്ട് എന്നോട് വെച്ച് സന്തോഷമായില്ലേ അപ്പോൾ. അപ്പം ഞാൻ ചിന്തിക്കുന്നു, ഞാൻ ആഗ്രഹിച്ചിരുന്നു ഒരെണ്ണം, പക്ഷെ എനിക്ക് 4-5 എണ്ണം തന്നു. എന്നിട്ട് എന്നോട് പറഞ്ഞു എപ്പോൾ വരുമ്പോഴും വിളിച്ചിട്ട് വരണം. അതപ്പം ഞാൻ എന്താ പറഞ്ഞത് എന്താന്ന് എനിക്ക് മനസ്സിലായില്ല. പക്ഷെ ഭഗവാനെ വിളിച്ചിട്ട് വരണം എന്നാണ് ആള് പറഞ്ഞത്. അങ്ങനെ ഞാൻ ചോദിച്ചു എന്താ പേരെന്ന് ചോദിച്ചപ്പോൾ എന്നോട് പറഞ്ഞു വിഷ്ണു എന്നാണ് പറഞ്ഞു. അങ്ങനെ ഞാനിങ്ങോട്ട് പോന്നു, തിരിച്ചു വന്നു. പക്ഷെ തിരിഞ്ഞു നോക്കാനൊന്നും എനിക്ക് തോന്നിയില്ല. തിരിച്ചിങ്ങനെ വന്ന് പുറത്തെത്തിയപ്പോൾ ചേട്ടൻ എനിക്കൊരു കണ്ണനെ വാങ്ങിച്ചു തന്നു. പിന്നെ വണ്ടി ഡ്രൈവർ ചോദിച്ചു ഇവിടുന്ന് പാൽപ്പായസം കിട്ടി, ഞങ്ങൾ കുറേ അന്വേഷിച്ചു ഇവിടെ ഒന്നും കിട്ടാനില്ല, എല്ലാം കഴിഞ്ഞു എന്നാണ് പറഞ്ഞത് എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു ഇതെനിക്ക് ഭഗവാൻ തന്നതാ, അങ്ങനെ പറഞ്ഞു ഞാൻ. പക്ഷെ തിരിച്ചു വന്നു. ഞാൻ പിന്നെ പിറ്റത്തെ പ്രാവശ്യം ഞാൻ ചെന്നിട്ട് അവിടെ ചോദിച്ചു വിഷ്ണു എന്ന് പറഞ്ഞ ഒരാൾ കൗണ്ടറിൽ വർക്ക് ചെയ്യുന്നുണ്ടോ. അന്ന് അങ്ങനെ പറഞ്ഞു ഞാനിവിടെ വർക്ക് ചെയ്യണമെന്ന്. അപ്പം അവർ പറഞ്ഞു അങ്ങനെ ഒരാളില്ല എന്ന് പറഞ്ഞു. അപ്പം ഞാൻ ഒരു ഏകദേശ രൂപങ്ങളൊക്കെ പറഞ്ഞെടുത്ത് പറഞ്ഞു അങ്ങനെ ഒരാളില്ല എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു പകലോ നൈറ്റോ എപ്പോഴെങ്കിലും ഒന്ന് പറയാൻ പറ്റുമോ. ഇല്ല അങ്ങനെ ഒരാളില്ല പറഞ്ഞു. അപ്പൊ ഉണ്ടായ ഒരു സങ്കടം ഉണ്ടല്ലോ പറയാൻ പറ്റില്ല. കാരണം ആ ആള് നിന്ന സ്ഥലം നോക്കി ഞാനിങ്ങനെ അന്തം വിട്ട് നിൽക്കുക. അന്ന് എന്നെ ഇതൊക്കെ എടുത്ത് തന്നിട്ട് ആള് നിന്നൊരു സ്ഥലം ഉണ്ടായിരുന്നു അവിടെ. അവിടെ നോക്കി നിന്ന് കണ്ണീരിങ്ങനെ പോവും എനിക്ക്. കാരണം ആരായിരുന്നു അത് എനിക്കറിയില്ല. അത്രയേറെ ടച്ചിങ് ആയ ഓരോ അനുഭവം എനിക്ക് ഭഗവാൻ തന്നു. എൻ്റെ ഫ്രണ്ട്സൊക്കെ ചോദിക്കും എന്താ നിനക്ക് ഇങ്ങനെ ഭഗവാൻ ഓരോ അനുഭവം തരുന്നത്, ഞങ്ങൾക്കൊന്നും തരുന്നില്ലല്ലോ. പക്ഷെ ഞാൻ പറഞ്ഞു ഇപ്പം എന്തോ വലുത് എന്തോ കാത്തിരിക്കുന്നുണ്ട് എനിക്ക്, അതുകൊണ്ട് ഭഗവാൻ കൂടെ ഉണ്ടെന്ന് അറിയിക്കായിരിക്കും. എനിക്കറിയില്ല എന്താണ് ഇങ്ങനെയെന്ന് ഞാൻ പറഞ്ഞു. പക്ഷെ ഇന്നത് വലിയൊരു സത്യമായി മാറി. അങ്ങനെ ഓരോ അനുഭവങ്ങളും നമുക്ക് നമ്മളെ ഹൃദയത്തിൽ തൊട്ട് വരുന്ന ഓരോ അനുഭവങ്ങളായിരുന്നു. പക്ഷെ ഞാൻ തിരിച്ചു വരും. എനിക്ക് തോന്നുക ഇനിയും നമുക്ക് നാമം എല്ലാവരും എന്തെന്നെ വന്നാലും ഭഗവാനെ അവിശ്വസിച്ചിട്ട് നാമം ജപിക്കാതിരിക്കരുത്. എല്ലാവരും നാമം ജപിക്കണം. നമ്മൾ ചോദിക്കുന്നതെല്ലാം തരുന്ന ഒരാളായിട്ട് ആരും ഭഗവാനെ കാണരുത്. അതാണ് നമ്മുടെ സത്യം. ഭഗവാൻ നമ്മള് ചോദിക്കുന്നത് ആവശ്യങ്ങൾ നിറവേറ്റി തരുന്ന ഒരാളല്ല. നമ്മൾ തന്നെ നമ്മുടെ ചെറിയ കുഞ്ഞുങ്ങൾ നമുക്കുണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ വല്ല കത്തിയോ ബ്ലേഡോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവരാവശ്യപ്പെട്ട നമ്മൾ കൊടുക്കില്ല. കാരണം അത് അവരുടെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ എത്രത്തോളം അത് അപകടമാണെന്ന് നമുക്കറിയാം. അതുപോലെ ഭഗവാൻ അറിയാം നമ്മൾ ചോദിക്കുന്നത് ഓരോന്നും നമുക്ക് തന്നു കഴിഞ്ഞാൽ എത്രത്തോളം അതിൻ്റെ അപകടം ഉണ്ടാവുമെന്ന് ഭഗവാൻ അറിയാം. അതുകൊണ്ട് ഭഗവാൻ നമ്മളെ കാത്തുകൊണ്ട് നടക്കണ പോലെ ഒരാൾക്കും നമ്മളെ കാത്തുകൊണ്ട് നടക്കാൻ പറ്റില്ല. ഞാൻ പലരോടും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഭഗവാനെ പറ്റി പറയുമ്പോൾ, നമ്മൾ ഒരു തിയേറ്ററിൻ്റെ ഉള്ളിൽ ഒറ്റപ്പെട്ട് കഴിയുമ്പോൾ, ഒരു സർജറിക്ക് വേണ്ടി പോകുമ്പോൾ, ഇതൊക്കെ ഞാൻ പറഞ്ഞു അമ്മ. അതാണ് സർജറിക്ക് വേണ്ടി പോയി ഒറ്റപ്പെട്ട് നിൽക്കുമ്പോൾ നമ്മൾ നമ്മളെ അച്ഛനോ അമ്മയോ കൂടപ്പിറപ്പുകളെ അല്ല വിളിക്കുക, നമ്മൾ വിളിക്കുക ആ ഭഗവാനെയാണ്. അത് ഞാൻ കഴിഞ്ഞ ഒരു 2 ആഴ്ച മുന്നേ ഒരു അമ്മയോട് ഇങ്ങനെ ഭഗവാനെ പറ്റി പറയാൻ പോയപ്പോൾ പറഞ്ഞതാണ്. അപ്പം അത് ഇന്ന് എനിക്ക് അനുഭവമായി വന്നു. സത്യമാണത്. നമ്മളെ എപ്പോഴും ഭഗവാനെയാണ് നമ്മൾ കൂടെ വിളിക്കുക. നമ്മളുടെ വിശ്വാസം, നമ്മുടെ ധൈര്യം എല്ലാം ഭഗവാനാണ്. വേറെ എവിടെ നിന്നും നമുക്കത് കിട്ടില്ല.
എല്ലാവർക്കും നാമം ജപിച്ചാലും ഭഗവാനോടുള്ള ആ സ്മരണ ഉണ്ടെങ്കിൽ നമ്മൾ എവിടെയും തോറ്റുപോകില്ല. നമുക്ക് വരുന്ന തോൽവി നമ്മുടെ ധൈര്യമില്ലായ്മ തന്നെയാണ്. അപ്പോഴല്ലേ നമ്മൾ കരയുക, അലറി വിളിച്ചുകൊണ്ടിരിക്കുക. ആ ഒരു ധൈര്യം ഉണ്ടെങ്കിൽ നമുക്ക് എന്തിനും തരണം ചെയ്യാൻ പറ്റും. ഹരേ കൃഷ്ണ, ജയ് ശ്രീ രാധേ രാധേ. ഞാൻ പോയി വന്നാൽ അമ്മയുടെ അടുത്ത് വരും. കുറേ ദിവസമായിട്ട് വരണം വരണം എന്ന് വിചാരിച്ച് നിൽക്കുമ്പോഴാണ് ഓരോ തടസ്സങ്ങൾ കൊണ്ട് വരാൻ പറ്റാതിരുന്നത്. ഇപ്പോൾ ആ ഒരു ആഗ്രഹം ഭഗവാൻ അവിടെ നിന്ന് നിറവേറ്റി തന്നു. കണ്ണൻ്റെ അടുത്തെത്തിയപ്പോൾ അവിടെ അമ്മയെ കണ്ടപ്പോൾ ഓടി വരാൻ എനിക്ക് സാധിച്ചു. അങ്ങനെ എന്തായാലും തിരിച്ചു വരുന്ന എൻ്റെ വിശ്വാസമാണ്. ഭഗവാൻ ഇനിയും എന്തെങ്കിലുമൊക്കെ എന്നെ കൊണ്ട് ചെയ്യിപ്പിക്കും എന്ന് എനിക്ക് തോന്നുന്നു. അതുപോലെ ഡോക്ടേഴ്സ് പോലും അത്ഭുതപ്പെട്ടു. മെഡിക്കൽ കോളേജിൽ ആദ്യം പോയത് എനിക്ക് ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് കോഴിക്കോട് മെഡിക്കൽ കോളേജിലൊരു ഡോക്ടറുണ്ട്. അയാളാണ് എനിക്ക് ആദ്യം ഇങ്ങനെ സംഭവം ഉണ്ടെന്ന് പറഞ്ഞത്. അപ്പോൾ ആളെനിക്ക് മെഡിക്കൽ കോളേജിലേക്ക് ലെറ്റർ തന്നു, അവിടെ പോകണമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഞങ്ങൾ അവിടെ പോയി ഡോക്ടർമാർ പോലും ഒരു ചർച്ചയായി മാറ്റി ഈ ഒരു സംഭവം. കാരണം അവർ പറയണത് തളർന്നു കിടക്കേണ്ട സമയം എന്നോ കഴിഞ്ഞു പോയി എന്നാ. പിന്നെ എന്തുകൊണ്ട് ഇങ്ങനെ നിങ്ങൾക്കൊരു കുഴപ്പമില്ലാതിരിക്കണം എന്തുകൊണ്ടാന്ന് ഞങ്ങൾക്ക് മനസ്സിലാവണില്ല എന്ന് പറഞ്ഞു. അതിങ്ങനെ പറഞ്ഞ് എന്നെ ഇങ്ങനെ നടത്തിച്ചു കുറേ. അപ്പോഴൊന്നും എനിക്കൊരു കുഴപ്പമില്ല. അതിലിടയ്ക്ക് ഒരു ഡോക്ടർ പെട്ടെന്ന് അങ്ങോട്ട് കയറി വന്നു. OP നിർത്താനായില്ലേ എന്നൊക്കെ ചോദിച്ചിട്ട് ഇങ്ങനെ പെട്ടെന്ന് കയറി വന്നപ്പോൾ ആ ഡോക്ടറോട് ഈ ഡോക്ടേഴ്സ് പറയാം, നീ ഇതൊന്ന് നോക്ക്, ഒരു അത്ഭുതം കാണണമെങ്കിൽ ആ ഡോക്ടറോട് പറഞ്ഞു കൊടുക്കുക. അപ്പോൾ ആള് പെട്ടെന്ന് ആ ഫയല്, അപ്പോൾ എന്നെ കാണുന്നില്ല. കാരണം കയറി വരുന്ന ഇടത്തുനിന്ന് പെട്ടെന്ന് ആള് ഫ്രണ്ടിലേക്കാണ് കയറി നിന്നു, ഞാൻ ബാക്കിൽ നിൽക്കുക. അപ്പം ഇത് നോക്കിയിട്ട് ആള് പറയാം, ആള് കിടപ്പിലാവൂലേ എന്ന് പറഞ്ഞു. അതാണ് അത്ഭുതം. മറ്റേ ഡോക്ടേഴ്സ് പറയാം, നീ നോക്ക്, ആള് നിന്റെ ബാക്കിലാണ് നിൽക്കണത്. പ്രായമുള്ള ആളാണോ എന്നൊക്കെ ഇയാള് ചോദിച്ചുകൊണ്ടിരിക്കുക. നീ നോക്ക്, നിന്റെ ബാക്കിലാണ് നിൽക്കണത്. ആളെ എന്നെ മൊത്തം നോക്കിയിട്ട് അത്ഭുതപ്പെട്ടിട്ട് പറയാ, ചിരിക്കുക, അത്ഭുതം കണ്ടിട്ടത് എന്ന് പറഞ്ഞിട്ട്. അപ്പൊ എൻ്റെ കൈ ബലം രണ്ടുപേരും ഡോക്ടറും ഞാനും കൂടെ ബലം പിടിച്ചുകൊണ്ട് നിൽക്കുക. കാരണം എവിടെ കൊണ്ടും എനിക്കൊരു പ്രശ്നമില്ല. അതാണ് ഭഗവാന്റെ ഒരു അനുഗ്രഹമല്ലേ. അത്ഭുതം പറഞ്ഞ അത്ഭുതം. അവരൊരു 4-5 ഡോക്ടേഴ്സ് കൂടുമ്പോൾ എൻ്റെ കാര്യം പറയണമെന്ന് പറയാ അവിടെ സിസ്റ്ററിനോട് വന്നിട്ട്. അപ്പോൾ ഞങ്ങൾ 2-3 ദിവസം അവിടെ മെഡിക്കൽ കോളേജിൽ അഡ്മിറ്റ് ആയിരുന്നു. അപ്പൊ അത് തന്നെ അവരൊക്കെ പറയണമെങ്കിൽ ഇതൊക്കെ ഭഗവാന്റെ ഒരു ലീലയായിട്ട് എനിക്ക് തോന്നുന്നത്. നമ്മള് ഭക്തരെല്ലാവരും അറിയട്ടെ, ഭഗവാനോടുള്ള ആ ഒരു ഇഷ്ടത്തിലും ആ ഒരു ഭക്തിയിലും നമുക്ക് വരേണ്ടതെല്ലാം വരും. പക്ഷെ അതൊന്നും നമ്മുടെ ഭക്തിക്കൊരു കോട്ടം സംഭവിക്കാൻ പാടില്ല. ഇതൊക്കെ നമ്മളെ കൂടുതൽ ഭഗവാനിലേക്ക് അടുപ്പിക്കാനുള്ളൊരു മായയാണെന്ന് നമ്മൾ ഓരോരുത്തരും തിരിച്ചറിയണം. എല്ലാവരും ഭഗവാനോടുള്ള ഒരു ഇഷ്ടം, നമ്മളുടെ ധൈര്യം, അതായത് മനോബലം, അത് ഭക്തിയിൽ കൂടി മാത്രമേ കിട്ടുള്ളൂ. ആ നാമജപത്തിൽ കൂടി മാത്രമേ കിട്ടുള്ളൂ. നമുക്ക് ആര് സപ്പോർട്ട് ഉണ്ടായിട്ടും കാര്യമില്ല, അല്ലെങ്കിൽ ആരുടെ അടുത്തുനിന്ന് നമ്മളെ കൂടെ ഒരു ഇതായിട്ടും കാര്യമില്ല. പിന്നെ എനിക്ക് അമ്മയെ കാണാൻ വലിയ ആഗ്രഹം ഉണ്ടായിരുന്നു. ഞങ്ങളെന്നും തങ്കമണിയമ്മ പറയായിരുന്നു നമുക്ക് പോകണം, അപ്പോൾ ഒരു സർപ്രൈസായി പോവാന്ന് ഞാനും പറയും. പക്ഷെ അമ്മ വീട്ടിലില്ലെങ്കിലൊന്നും പറഞ്ഞിട്ട് അങ്ങനെ വരണം എന്നിങ്ങനെ വിചാരിച്ചിരിക്കുകയായിരുന്നു. പക്ഷെ ഓരോ തടസ്സങ്ങൾ കാണാൻ പറ്റിയിരുന്നില്ല. പിന്നെ പ്രതീക്ഷിക്കാതെയാണ് അന്ന് പറവെപ്പിന് വന്നപ്പോൾ ജയവത സ്റ്റോറിൻ്റെ ആ സൈഡിൽ നിന്ന് അമ്മയെ കണ്ടപ്പോൾ എനിക്ക് എന്താ പറയാ, സങ്കടമോ സന്തോഷമോ. പക്ഷെ പിന്നെ പെട്ടെന്ന് അങ്ങോട്ട് പോയില്ലേ, അതാ ഞാൻ ഓടി വന്ന് കെട്ടിപ്പിടിച്ചത്. ഹരേ കൃഷ്ണ.